പോപ്പ് ഫ്രാൻസിസ് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു പോപ്പായിരുന്നു. ഞാൻ റോമിലേക്ക് വരുന്ന സമയത്ത് പോപ്പിൻ്റെ പബ്ലിക് അപ്പിയറൻസ് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ വരുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് പോപ്പ് പാസ്ഡ് അവേ എന്നുള്ളത്. ആൻഡ് ടുഡേ, അതായത് 24th ഏപ്രിലിന് ഞാൻ പോപ്പിൻ്റെ ബോഡി വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. ബിക്കോസ് ഐ ഫീൽ കണ്ടന്റ് അറ്റ്ലീസ്റ്റ്, കാരണം എനിക്ക് ജീവനോട് കാണാൻ പറ്റിയില്ല ആൻഡ് ഐ എം ഓൾറെഡി ഹിയർ. അപ്പം ബോഡി എങ്കിലും പോയി വിസിറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. 23rd പോപ്പിൻ്റെ ബോഡി വത്തിക്കാനിലെ ബസിലിക്ക ചർച്ചിൽ പൊതുദർശനത്തിനായി കൊണ്ടുവച്ചത്. അതുകൊണ്ട് തന്നെ 23rd നല്ല തിരക്കായിരുന്നു. ഈ ക്യൂ നിന്ന ആൾക്കാരൊക്കെ 5 hours ഒക്കെ എടുത്ത് ഉള്ളിൽ കയറി എന്നാണ് പറഞ്ഞത്. ബട്ട് ഇന്ന് ഞാൻ പോയപ്പം ലൈൻ മൂവിങ് ആയിരുന്നു. സോ അധിക സമയം എടുത്തില്ല. പക്ഷെ വത്തിക്കാൻ ഫുൾ ചുറ്റിയായിരുന്നു ഇങ്ങ് ചർച്ചിലേക്കുള്ള എൻട്രി ഉണ്ടായിരുന്നത്. ക്ലൈമറ്റ് ഇന്നിവിടെ നല്ല ചൂടും ഇടയിൽ മഴയുണ്ടായിരുന്നു. ഐ ഓൾറെഡി ഗോട്ട് കോൾഡ് ഓൾസോ. പക്ഷേ ഐ വാസ് സോ ഡിറ്റർമിൻഡ് ദാറ്റ് എനിക്ക് എത്ര സമയം ലൈൻ നിന്നിട്ടാണെങ്കിലും പോപ്പിൻ്റെ ബോഡി കാണണം എന്നുള്ളത്. നല്ല ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. കുറേ ഇൻ്റർനാഷണൽ ന്യൂസ് ചാനൽ ഉണ്ടായിരുന്നു. വൺ തിങ് ഐ റിയലി ലൈക്ഡ് അബൌട്ട് ദിസ് പ്ലേസ് എന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെയൊക്കെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഷട്ട് ഡൗൺ ചെയ്യും. ആൻഡ് ഇവിടെ പോപ്പാണ്. ആൻഡ് ദാറ്റ് ഈസ് ലൈക്ക് എ ഹെഡ് ഓഫ് ദ സിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയും. കാരണം വത്തിക്കാനിലുള്ള മെയിൻ ആളാണല്ലോ ഇത്. എന്നിട്ട് പോലും വത്തിക്കാനിലുള്ള മറ്റ് സ്ഥലങ്ങളൊന്നും അങ്ങനെ ക്ലോസ്ഡ് ആയിരുന്നില്ല. മ്യൂസിയം ആണെങ്കിലും ചർച്ച് ആണെങ്കിലും ടൂറിസ്റ്റിനെ അലൗ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പോപ്പിൻ്റെ ബോഡീൻ്റെ അവിടുന്ന് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റുന്നതല്ല. അല്ലാണ്ടുള്ള എല്ലാ കാര്യങ്ങളും, ലൈക്ക് ഇപ്പം നിങ്ങൾക്ക് ചർച്ച് കാണണ്ടെങ്കിൽ കാണാം, മ്യൂസിയത്തിന് വേണമെങ്കിൽ പോവാം, അതൊക്കെ അതുപോലെ ചെയ്യാവുന്നതാണ്.